ഹായ് ഹലോ എല്ലാവർക്കും മല്ലു ടോക്സ് ആസ്റ്റലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മള് ഇവിടെ ഇപ്പം എല്ലാവർക്കും അറിയാം ട്രാൻസ്ഫർ സാഗ നടക്കുകയാണ്. അപ്പോ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് അങ്ങനെ എടുത്തു പറയാൻ മാത്രമായിട്ട് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. കുറെ അധികം ന്യൂസുകളും റൂമേഴ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട്. യുക്കോറസിന്റെ കാര്യം ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വരും നാളെ വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. അതേപോലെ എല്ലാം ഒരു പുതിയ റൂമർ എന്ന് പറയാനായിട്ട്, പുതിയ ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയാനായിട്ടൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഓക്കെ നമ്മുടെ പൊട്ടൻഷ്യൽ ലൈനപ്പ് എന്തായിരിക്കും നമ്മളിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കോളുകളിലൊക്കെ എങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓക്കെ വൈനോട്ട് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ, വൈനോട്ട് ഇത് എന്തായിരിക്കും നമ്മുടെ പൊട്ടൻഷ്യൽ ലൈനപ്പ് ഗോയിങ് ടു ദ 25-26 സീസൺ. മിക്ക ആർട്ടേറ്റ എന്ത് രീതിയിലായിരിക്കും ലൈനപ്പ് ചെയ്യാൻ പോകുന്നത്, ഈ ഇതുവരെയുള്ള നമ്മുടെ ട്രാൻസ്ഫേഴ്സും നമ്മുടെ പൊട്ടൻഷ്യൽ പ്ലേയേഴ്സ് വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ലൈനപ്പ് നമ്മളായിട്ട് പ്രഡിക്ട് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മളെ കൂടെ അതിനുവേണ്ടി ജോയിൻ ചെയ്യുന്നത് നമുക്കെല്ലാം സുപരിചിതനായ ദീപക് ബ്രോ ആണ്. ദീപക് ബ്രോയിനെ നമുക്ക് സ്ട്രീമിലോട്ട് ആഡ് ചെയ്യാം. യെസ് ദീപക് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നീ ഇൻട്രോ എടുക്കുമ്പോ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇക്കോറസിന്റെ കാര്യം പേടിക്കണ്ട, അണ്ണൻ ഇങ്ങോട്ട് എത്തും. അതായത് അണ്ണൻ ഇങ്ങോട്ട് എത്തും. ഇതുവരെ ആ ഒരു ഫൈനൽ നമുക്ക് ആ ഒരു ഫൈനൽ അറിയാലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അണ്ണന്റെ പോർച്ചുഗലിലുള്ള വീട് വരെ ആൾക്കാർ തപ്പിയെത്തി, സാധനങ്ങൾ പൂർത്തിയായിരിക്കും എന്നൊക്കെ വരെ ആൾക്കാർ നോക്കി തുടങ്ങി. മക്കളെ അതെ, ഇന്ന് ഫർണിച്ചർ മൂവ് ചെയ്യുന്ന ഫോട്ടോസ്, ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റിന്റെ ബുക്കിംഗ് ട്രാക്ക് ചെയ്യും, സീറ്റ് നമ്പർ ഏതാണ്, ഏത് ടെർമിനലിലാണ് ഇറങ്ങിയേ. സത്യം പറഞ്ഞ FBI ഒന്നും ആവശ്യമില്ല പല കേസുകളിൽ. നമ്മുടെ ചെറുക്കന്മാരെ കൊണ്ട് ഇറക്കി ഇട്ടാ മതി, അവര് ഫുൾ സാധനമായിട്ട് തപ്പിയെടുത്തോണ്ടെങ്കിൽ വരും. അതുപോലെയായിരുന്നു ഇപ്പൊ, അതൊക്കെയാണ് ഇപ്പൊ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഇത് നമ്മുടെ ഫാൻസിന്റെ ഇടയിൽ ഇങ്ങനത്തെ സാധനം വരുന്നത്, ഇത് ബാക്കിയുള്ള ഫാൻസിന്റെ ഇടയിൽ ഇത് വരുന്നുണ്ട്. ട്രാൻസ്ഫർ വരുമ്പോ അവർക്കും വരുന്നുണ്ട് അതൊക്കെ. നമ്മൾ കാണാണ്ട് പോകുന്ന ചില കാര്യങ്ങൾ, അവര് ഇത് കാണാണ്ട് പോകുന്ന കാര്യങ്ങൾ, പിന്നെ നമുക്ക് കുറച്ച് കൂടുതലാണെന്നുള്ളൂ കമ്പാരിറ്റീവ്ലി. കാരണം നമ്മുടെ ഡ്രാഗ് ഓൺ ആവുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറെ കാര്യങ്ങളായിട്ട് ഇപ്പം കുറെ സൈനിങ്സ്, ഇപ്പൊ ഈ യോക്കറസ് ഒഴികെ ബാക്കി എല്ലാ സൈനിങ്ങും ചടപടയൊക്കെ നടന്നുകൊണ്ട് അതിന്റെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അവൻ എത്തി, സൈൻ ചെയ്തു, നാളെ മെഡിക്കൽ, ആ ഡീറ്റെയിൽസ് അങ്ങനെ അറിയുന്നു, കാര്യങ്ങൾ കഴിഞ്ഞു. അതാണ് കോമഡി എന്താ പറഞ്ഞുണ്ടല്ലോ. അതായത് മടുവയ്ക്കേനെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ മടുവയ്ക്കയുടെ കാര്യമൊക്കെ ഏകദേശം ഉറപ്പായ സമയത്ത് വളരെയധികം നെഗറ്റീവ് അടിച്ചു നിന്ന, ഞാനടക്കമുള്ള നെഗറ്റീവ് അടിച്ചു നിന്ന ഫാൻസ് ഒക്കെ മടുവയ്ക്കയുടെ അനൗൺസ്മെന്റ് ഒന്ന് തരുമോ, മടുവയ്ക്കയുടെ അനൗൺസ്മെന്റ് ഒന്ന് തരുമോ എന്നുള്ള അവസ്ഥയിൽ അത്രയും ദാഹിച്ചു നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാൻ. ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, ട്രാൻസ്ഫർ വിൻഡോ നമുക്കിപ്പം സംസാരിക്കാനായിട്ട് ഇപ്പം ലെറ്റ്സ് സേ ഇപ്പൊ കണ്ടന്റ് ക്രിയേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ട്രാൻസ്ഫർ സാഗ ഇങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. മനസ്സിലായി? ടു ബി ഫെയർ, ആസ് എൻ ആർസൽ ഫാൻ ആയിട്ട് നമ്മൾ ഫുട്ബോൾ ഫാൻസ് ആയിട്ട് ചിന്തിക്കുമ്പം മാക്സിമം പെട്ടെന്ന് ട്രാൻസ്ഫർ തീർക്കുക. ആ ട്രാൻസ്ഫറിന്റെ ആ തലവേദന കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ലെറ്റ്സ് സേ ഇപ്പം യോക്കോറസിന്റെ ഡീലും കൂടെ ഈ വീക്കെൻഡോ അതിനുള്ളിൽ ഫ്രൈഡേക്കുള്ളിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് കൂടുതലും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രീ സീസണിന്റെ കാര്യങ്ങളാണ്. വരാൻ പോകുന്ന 1-2 ഏതെങ്കിലും ട്രാൻസ്ഫറോ സെയിൽസോ ഒക്കെ കൂടുതൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അത്രയും നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കില്ല. പ്രീ സീസൺ എങ്ങനെയായിരിക്കും, പ്രീ സീസൺ എങ്ങനെ കളിച്ചു, ഇപ്പൊ ഈ പറയുന്ന പോലെ പൊട്ടൻഷ്യൽ ലൈനപ്പ്, നമ്മളിപ്പോ ഈ പൊട്ടൻഷ്യൽ ലൈനപ്പ് എന്ന് ചിന്തിക്കണമെന്നുള്ളത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൈനിങ്സ് നമുക്ക് വന്നോണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്ന് ചിന്തിച്ചത് തന്നെ. ലെറ്റ്സ് സേ കഴിഞ്ഞ സീസണിലെ പോലെ നമ്മൾക്ക് സൈനിങ്സ് ഒന്നും വരാണ്ട് ഡെസ്പറേഷൻ സിറ്റുവേഷനിൽ പൊക്കോണ്ടിരിക്കുമ്പം ഏത് എന്നൊരു ചിന്തയിലല്ലാണ്ട് നമുക്കൊരു പ്രോപ്പർ ഐഡിയ പോലും ഇല്ലായിരുന്നു. ഇതേ സ്ഥാനത്ത് നമ്മൾ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ആർസനൽ എങ്ങോട്ടായി പോകുന്ന നമുക്ക് വരും എന്നൊരു പ്രതീക്ഷ മാത്രമല്ലേ ഉള്ളൂ. അതാണ് വ്യത്യാസം.
അതെ, ഇന്നൊരു പക്ഷെ ഇപ്പൊ ഈ സീസണിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബേർട്ടയുടെ ആ ഒരു ഡീലിങ്സും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇനിയും എനിക്കറിയേണ്ടത് ഹൗ ഈസ് ഇൻ സെല്ലിങ്ങിൽ ഇതേപോലെ ഒരു നല്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിൽ നിന്നും കൂടെ കൂപ്പ് ചെയ്യാൻ പറ്റിയാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ആക്ച്വലി ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും മനസ്സിലായി. എന്നാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ സീസൺ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഹൈ പ്രൈസ് മണി സെല്ലിങ് പ്രതീക്ഷിക്കേണ്ട. എൻ്റെ ഒരു മീൻസ് ഒരു 15-20 മനസ്സിലായി. ഇപ്പൊ ഈ പറയുന്ന വിയറ, ലൊക്കോങ്ക അവർക്കൊക്കെ ഒരു 15-10-50 ആ റേഞ്ച് 10-20 മില്യൺ റേഞ്ചിൽ ഡീലിങ്സ് നടന്നാൽ തന്നെ നല്ലൊരു സെല്ലിംഗ് സീസൺ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. കാരണം ഇതിനു മുന്നേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഐദർ ഒരു ലോൺ അല്ലേ ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ. ഇതല്ലാണ്ട് സെയിലായിട്ട് നമ്മൾ കണ്ടത് ESRും മറ്റേ ബാലഗുണ്ണും എഡി എൻകെറ്റിയായിരുന്നു. എനിക്കറിയാം അത് 35 മില്യൺ പിന്നെ ബാലഗന്റെ അത്യാവശ്യം നല്ലൊരു. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെയാണ് ബ്രോ. നമ്മള് അപ്പോഴും ഒരുപാട് നമുക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ള സെയിൽസ് നമുക്ക് ഒരുപാട് നടന്നിട്ടുമുണ്ട്. അതാണ് നമുക്ക് ഇതിനകത്തൊരു കുറച്ച് പ്രശ്നം തോന്നിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ബെർട്ടയ്ക്ക് വന്നൊന്ന് സ്റ്റേബിൾ ആയി പ്ലേയേഴ്സിന്റെ അനാലിസിസ് ഒക്കെ നോക്കി മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കി ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സീസൺ നമ്മുടെ ഫിനിഷിങ് ട്രോഫി അടിച്ചോ ഇല്ലയോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെ ഫിനിഷ് ചെയ്യുന്നു, മാർക്കറ്റ് വാല്യൂ ആ പ്ലേയേഴ്സ് അവരെങ്ങനെ പെർഫോം ചെയ്തു, ഏത് പ്ലെയറിനെ വിൽക്കണം, ആ ഒരു സ്റ്റേജിൽ പുള്ളിക്ക് അനലൈസ് ചെയ്യാൻ ഒരു ഹോൾ സീസൺ ആണ് കിട്ടുന്നത്. മനസ്സിലായി. കഴിഞ്ഞെന്ന് പറഞ്ഞ ഒരു ജനുവരിയിൽ പുള്ളിനെ നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. മാർച്ച് ആയപ്പോ പുള്ളി ടേക്ക് ഓവർ ചെയ്തു. പുള്ളിക്ക് ടൈം ഇല്ല നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അനലൈസ് ചെയ്ത് മൊത്തത്തിൽ എടുക്കാൻ. മനസ്സിലായി. അപ്പം പുള്ളിക്ക് അതിന് സമയം വേണം. അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പം മറ്റേ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ജോ ടോക്സ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് 60% പുള്ളിക്ക് ഇപ്പം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഫുൾ സെയിൽസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സമ്മറിൽ 1-2 അല്ലെങ്കിൽ 3 സെയിൽസ് നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻകമിങ്സ് ഒന്ന് PSR സ്റ്റേബിൾ ആണെങ്കിൽ ജനുവരി വരെ വിൻഡോ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ സൈനിങ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ സെല്ലിങ്ങിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അപ്പോഴും നമുക്ക് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് അഡീഷൻ വേണം എന്നൊരു ഐഡിയയും കിട്ടും. ആ സമയത്ത് സെയിൽ ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് നമുക്ക് പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ക്ലിയർ ഐഡിയ സെയിലും എത്രത്തോളം നമുക്ക് പെർസെന്റേജ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വാല്യൂ മനസ്സിലാവുള്ളൂ. അതെ അല്ല തീർച്ചയായിട്ടും. അല്ല ആക്ച്വലി ആ പറഞ്ഞൊരു വലിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ്. ആക്ച്വലി ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെഗ്ലക്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയേണ്ടത്. അത്രയും മോശമായിട്ടുള്ളൊരു കഴിഞ്ഞ വർഷമൊന്നല്ല, നീ ഏത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണ് നമുക്ക് ട്രൊസാർഡ് സൈൻ ചെയ്ത ട്രാൻസ്ഫർ വിൻഡോ വേണമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അല്ലാണ്ട് ഒരു ട്രാൻസ്ഫർ വിൻഡോ പോലും പ്രോപ്പർ ആയിട്ട് നമ്മൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം ആ പല സിറ്റുവേഷനിലും 2 സീസണായിട്ട് നമുക്ക് സ്ട്രൈക്കർ അത്യാവശ്യമുള്ള സമയത്ത് പോലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലേയേഴ്സ് അവൈലബിൾ ആയിട്ട് പോലും സമ്മറിൽ നമ്മൾ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. ഈ സീസണാണ് ആ പ്രോമിസ് മെയിൻറ്റെയിൻ ചെയ്തത് ആർസണൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലല്ല അതാ ഇത്ര ഞാൻ ഉദ്ദേശമുള്ളൂ. കാരണം എല്ലാ ട്രാൻസ്ഫർ വിൻഡോയിലും നമ്മൾ സമ്മറിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കുറെ എമൗണ്ട് ഉണ്ട് എന്നൊക്കെ ഒരു പ്രതീക്ഷ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ തീരാറാകുമ്പോൾ നമുക്കൊരു ന്യൂസ് കിട്ടുന്നു. ബട്ട് നടന്നിട്ടില്ല. ബട്ട് ആ ഒരു സംഭവം ആ ന്യൂസിന് ഒരു വാലിഡേഷൻ സത്യം പറഞ്ഞാൽ ഈ സമ്മർ വിൻഡോയിലാണ് നമുക്ക് ഇതുവരായിട്ടും അതിന്റെ ഒരു വാലിഡേഷൻ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ 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 അതില് ഞാൻ പറയില്ലേ ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു കാര്യം ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പം അപ്പോ നമുക്ക് എന്നാ ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ പുതിയ ഇതുവരെ ഒന്നും വന്ന പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും, അതല്ലെങ്കിൽ ഇനിയും വരാനുള്ള പ്ലേയേഴ്സ്, പൊട്ടൻഷ്യൽ ചാൻസ് ഉള്ള പ്ലേയേഴ്സ്, റൂമേർഡ് ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എങ്ങനെ ലൈനപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. അല്ലെ, കൺഫ്യൂഷൻ വരാൻ പോണ ഏക സ്ഥലമേ ഉള്ളൂ ലെഫ്റ്റ് വിങ് ആയിരിക്കും. ബാക്കി എല്ലാം നിന്റെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. യെസ്, ബട്ട് സ്റ്റിൽ ഒന്ന് നമുക്ക് ആ ഒരു ലൈനപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരാം അല്ലെ. അപ്പൊ ഗോൾ കീപ്പറിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്തൊരു എന്താ പറയാ ഒരു തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച്. എസ്പെഷ്യലി നമ്മൾ കെപ്പെ സൈൻ ചെയ്തു, വിച്ച് ഇസ് എ വെരി ഗുഡ് സൈനിങ് ഫ്രം ചെൽസി ആയതുകൊണ്ട്. പക്ഷെ എന്നാൽ പോലും റായ ഇസ് അവർ നമ്പർ 1 കീപ്പർ അറ്റ് ദ മൊമെന്റ്. അപ്പം
റായനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഗുഡ് ബാക്കപ്പ് ഇൻ കെപ്പ അല്ലെ? അല്ല, റായനെ സത്യം പറഞ്ഞ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് ഗെയിംസിൽ മാത്രമായിരിക്കും മോസ്റ്റ്ലി ഇനിയിപ്പോ കളിപ്പിക്കാൻ പോകുന്നത്. കറബാവോ FA കപ്പ് മെയിൻലി ഫസ്റ്റ് റൗണ്ട്സിലൊക്കെ എത്രത്തോളം പോകുന്നു അത്രയൊക്കെ മാക്സിമം കെപ്പയിൽ വെച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. സോ കറബാവോ കപ്പ്, FA കപ്പ് ടു കെപ്പ, പിന്നെ ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് മെയിൻലി ഫോക്കസ് ടു റായ. ആ രീതിയിലായിരിക്കും രണ്ടും പോകുന്നത്. അതെ അതെ, അല്ല അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഡൊമസ്റ്റിക്, ഈ പറഞ്ഞ ഡൊമസ്റ്റിക് കപ്സിൽ നമ്മൾ ആക്ച്വലി ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഇപ്പോഴും ഭയങ്കര ഒരുമാതിരി ഒരു രീതിയിലും ചിന്തിക്കാൻ പറ്റാത്തൊരു സൈനിങ് ആയിരുന്നു നെറ്റോ എന്നുള്ളത്. എന്തിനു നമ്മൾ നെറ്റോട് സൈൻ ചെയ്തിരുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് വിയേർഡ് സൈനിങ്സ് ഉണ്ട് ആർട്ടിറ്റയുടെ കീഴിൽ. നമുക്ക് അത് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ്. ഒട്ടും അതിൽ ഏറ്റവും ഇല്ലോജിക്കൽ ആയിട്ടുള്ളവരാണ് നെറ്റോ. അപ്പൊ അത് എന്തായാലും കെപ്പ വരുന്ന സ്ഥിതിക്കും അതിന് ജസ്റ്റ് ഞാൻ ചെറിയൊരു പോയിന്റ് പറയാം. അത് നമ്മളിപ്പം ആർച്ചറ്റ സൈനിങ് അത് ചെയ്ത് ശരിയായില്ലെന്ന് പറയില്ലേ, അവിടെയാണ് ഒരു പ്രോപ്പർ ടെക്നിക്കൽ ഡയറക്ടർ, സ്പോർട്ടിംഗ് ഡയറക്ടർ വന്നതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ സമയത്ത് കഴിഞ്ഞ സീസണിൽ ബെർട്ടെ ആയിരുന്നെങ്കിൽ യു വുഡ് നോട്ട് ഹാവ് ടേക്കൺ നെറ്റോ ഡിസിഷൻ. ഉറപ്പാണത്, സമ്മതിക്കില്ലായിരുന്നു അടിയിൽ. അല്ല സത്യമായിട്ടുള്ള അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പം പക്ഷെ ഞാൻ എപ്പോഴും എങ്ങനെ ഒരു മാനേജർ സമ്മതിക്കാതെ എങ്ങനെ ആ ഒരു ഡീല് സമ്മതിക്കുന്നൊക്കെ ഉള്ളത്. മാനേജർ സമ്മതിക്കല്ല, ആർച്ചറ്റ് നിർബന്ധം പിടിച്ച് കാണാം, അല്ല ആർച്ചറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ബട്ട് ക്ലബിന്റെ സിറ്റുവേഷൻ കപ്പ് ടൈഡ് ആണ്, ഇങ്ങനത്തെ ഒക്കെ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണോ വേണ്ടിയോ എന്ന് സ്പോർട്ടിംഗ് ഡയറക്ടർ തീരുമാനിച്ചേ. അതൊന്നും ചിന്തിക്കാണ്ട് ആർട്ടിറ്റ വാണ്ടഡ് ദാറ്റ് പ്ലെയർ, ഓക്കെ ലെറ്റ്സ് ഗോ ഫോർ ദ പ്ലെയർ. മനസ്സിലായി? ആ ഒരു ഡിഫറൻഷ്യൽ തോട്ട്സ് അവിടെ ഇല്ല. കോച്ച് എന്ത് പറയുന്നു അത് വാങ്ങിക്കൊടുക്കണം എന്ന് മാത്രമേ അവിടെ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ലൈക്ക് ഇൻഎക്സ്പീരിയൻസ്, എഡുയുടെ ഇൻഎക്സ്പീരിയൻസ് ആണ് അവിടെ കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും എഡു ഇപ്പം നോട്ടിംഗം ഫോറസ്റ്റിൽ പോയി പണിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല അവർക്ക് അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ഫാൻസ് ഒക്കെ തെറിവിളിച്ച് തുടങ്ങിയതായിരിക്കും. പക്ഷെ നെവർ നോ, ഈ പറഞ്ഞ പോലെ യങ് സ്പോർട്ടിംഗ് ഡയറക്ടറാണ്. വെച്ച് അപ്പൊ നമുക്ക് ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷൻ അല്ലെങ്കിൽ ഡിഫൻസീവ് ലൈനും കൂടെ ഒന്ന് നോക്കാം. ബ്രോ പറഞ്ഞു റൈറ്റ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ് ബാക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ട്രിക്കി സിറ്റുവേഷൻ ആണ്. പറഞ്ഞ പ്രീമിയർ ലീഗിൽ തന്നെ ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിന്റെ കൂടെയൊക്കെ ഐ വുഡ് പേഴ്സണലി പ്രിഫർ ചില കളികളിൽ ബെൻ വൈറ്റ് ടു സ്റ്റാർട്ട്. എല്ലാ കളിയും ഞാൻ പറയുന്നില്ല. അതേസമയത്ത് ഈ സിറ്റി, ലിവർപൂൾ അങ്ങനത്തെ ഒക്കെ ടീമൊക്കെ വരുമ്പം ടിംബറിന്റെ ആ എക്സ്പീരിയൻസും ടിംബറിന്റെ ആ ഒരു ഫിസിക്കാലിറ്റിയും ബെൻ വൈറ്റിന് അതില്ല എന്നല്ല, രണ്ടുപേരും ഈക്വലി വർത്താണ്. പക്ഷെ ഈ ഫുൾ ഓൺ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടീമും വരുന്ന സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ടിംബറിനെയും ചില ഗെയിംസിൽ ഈ പറയുന്ന വളരെ ലോ ബ്ലോക്ക് ഇടുന്ന ഇപ്പൊ സണ്ടർലൻഡ് അങ്ങനത്തെ ഒക്കെ ഗെയിംസിലൊക്കെ ബെൻ വൈറ്റിനെ കളിപ്പിക്കുന്നതിൽ എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ടാക്ടിക്കലി. ആൻഡ് ചാമ്പ്യൻസ് ലീഗിൽ ലൈക്ക് ഫോർ ഷുവർ രണ്ടുപേർക്കും 90 മിനിറ്റ്സ് ഒരു ഗെയിമിൽ കണ്ടിന്യൂസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് 65-45 മാറി മാറിയായിരിക്കും അവർ രണ്ടുപേരും കളിക്കുന്നത് മേജർലി. ബട്ട് ടിംബർ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് ആർട്ടറ്റയുടെ. സെയിം എനിക്കും അത് തന്നെയായിരിക്കും തോന്നുന്നത്. ടിംബർ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. കാരണം മൊത്തത്തിൽ നോക്കുമ്പം പക്ഷെ എന്താ പറയുക, ടിംബറിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഗെയിം വരുന്ന സമയങ്ങളിൽ ടിംബർ ഭയങ്കര അടിപൊളി 1-on-1 അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇങ്ങനത്തെ ഒക്കെയുള്ള സിറ്റുവേഷനിൽ ഗംഭീരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ബാക്ക്, ഫുൾ ബാക്ക് ആണ് ആക്ച്വലി ടിംബർ. പക്ഷെ അതേസമയം അറ്റാക്ക് ബെൻ വൈറ്റിന്റെ അത്രയും ആ ഒരു ലെവലിൽ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ടിംബർ സത്യം പറഞ്ഞാൽ ഇൻവേർട്ട് ചെയ്ത് ഉള്ളിലോട്ട് കട്ട് ബാക്ക്, നമ്മളിപ്പം വിങ്ങി കൂടെ പോകുമ്പോഴല്ലേ ഉള്ളിലോട്ട് കട്ട് ചെയ്യാൻ ടിംബർ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആണ്. മനസ്സിലായി? ഔട്ട്സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോവാൻ നല്ല മീൻസ് ചെയ്ത മറ്റേ ഓവർലാപ്പിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണെങ്കിലും ചെയ്യുന്ന കുറവാ. പക്ഷെ ബെൻ വൈറ്റ് അത് സ്ഥിരമായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ലൈക്ക് സാലിക്ക് അത് ഉറപ്പാണ്, അവൻ ഓവർലാപ്പ് ചെയ്യും, ഫ്രണ്ടിലോട്ടൊരു ബോൾ ഇട്ടാൽ ഞാൻ പിന്നെ ഓടിയാൽ മതി എന്നുള്ളൊരു ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർ തമ്മിൽ ഭയങ്കര. അതാണ് ഞാൻ പറയുന്നത്, ലോ ബ്ലോക്ക് ഒക്കെ കളിക്കുന്ന ടീമിനെതിരെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഇപ്പൊ യോക്കറസ് ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ രണ്ടുപേരായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ സാക്കിക്ക് വളരെ കുറവാവാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ ഈ ഓവർലാപ്പിംഗ് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ആവും. അതാണ് ബെൻ വൈറ്റിനെ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് ലോ ബ്ലോക്കിംഗ് ടീംസിനെതിരെ. ഓക്കെ, മനസ്സിലായി. മീൻസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. കാരണം എനിക്ക് വേറൊരു കാര്യം തോന്നിയെന്ന് പറഞ്ഞാൽ ബെൻ വൈറ്റ് ഉള്ളപ്പം കുറെ കൂടെ സാക്ക ഫ്രീ ആവാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. കാരണം ഈ ഓവർലാപ്പിംഗ് റൺസ് ബെൻ വൈറ്റ് ആക്ച്വലി കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് വേണേൽ പറയാം ടിംബറിനെ കാട്ടിലും. കാരണം ബെൻ വൈറ്റ് ഈ പറഞ്ഞ പോലെ അകത്തോട്ട് കയറിയും കളിക്കും, ഇൻവേർട്ട് ചെയ്തും കളിക്കുന്നത് കാണാം. പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ബെൻ വൈറ്റിന്റെ ഉള്ള ഒരു. പക്ഷെ ഇവർ രണ്ടുപേരും രണ്ട് കാര്യത്തിലും ബാലൻസ്ഡ് ആണ്. ഒരാൾ പുറത്തുനിന്ന് പോകാൻ കൂടുതൽ ഇത് ചെയ്യും, അകത്തും കയറും. അതേ സമയത്ത് ടിംബറോ തന്നെ അടിപൊളിയാ, പക്ഷെ അകത്ത് കയറാൻ ഭയങ്കര കുറച്ചും കൂടെ ഒരു പ്ലെയർ. അപ്പൊ ആ കാര്യത്തിൽ രണ്ടും അതപ്പം ഗെയിം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണം യൂട്ടിലൈസ് ചെയ്യാം അവരെ. പിന്നെ രണ്ടുപേരുടെയും മറ്റേ ഒരുമാതിരി ഒരു ഡാർക്ക് ആർട്സ് സത്യം പറഞ്ഞ അടിപൊളിയാ. പ്യുവർ ഷിറ്റ് ഹൗസറി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ടിംബർ കുറച്ചുകൂടെ ഒരു മാന്യമായ രീതിയിൽ പോകുന്ന ഒരു പരിപാടി. പക്ഷെ രണ്ടും നൈസ് തന്നെയാണ്, രണ്ടും നൈസാണ്. അപ്പൊ അങ്ങനെ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, മറ്റേ ലെഫ്റ്റ് ബാക്കും കൂടെ നോക്കിയിട്ട് നമുക്ക് സെന്റർ ബാക്ക് MLS അതിനകത്ത് ആർക്കും ഒരു തർക്കം ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം MLS എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, നമുക്ക് ശരിക്കും എനിക്ക് അസൂയ എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ. 18 വയസ്സിലൊക്കെ ഒരു പ്ലെയർ ഇങ്ങനല്ലേ, എന്തൊരു ബ്രേക്ക് ചെയ്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു. ഈ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് ഭയങ്കര കിടിലം ഈ തന്നെ നമ്മുടെ സ്റ്റാർ ബോയ്, ഓക്കെ നെക്സ്റ്റ് സ്റ്റാർ ബോയ്. പക്ഷെ മോനെ വേറെ ഐറ്റം വന്നിട്ടുണ്ട് MLS. ഒരു ബുൾഡോസർ ഐറ്റം ആണെന്ന് പ്രീ സീസൺ കണ്ടാൽ മനസ്സിലായി. 18 വയസ്സിൽ എന്തൊരു ഫിസിക് ആണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ അൺറിയൽ പ്ലെയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പ്രൊഡ്യൂസ് ആയിട്ടുള്ള. അതിൽ ഒരു നിവൃത്തിയില്ല പറയാതിരിക്കാൻ. സോ പക്ഷെ കഴിഞ്ഞ സീസണിലെ പോലെ ക്ലസ്റ്റർ ഓഫ് ഗെയിംസ് ഓവറായിട്ട് കളിപ്പിച്ച് അവനെ എക്സോസ്റ്റ് ചെയ്യിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കാലിഫിയോറി എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് നമുക്ക് അവിടെ. വേണേ കിവിയോറിനെയും കളിപ്പിക്കാം അവിടെ, കിവിയോർ നിൽക്കുവാണെങ്കിൽ. ഐ എം എക്സ്പെക്ടിങ് ചിലപ്പോ കിവിയോർ പോവാൻ ചാൻസ് ഉണ്ടെന്നൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് സ്റ്റിൽ കാലിഫിയോറി ഉണ്ട്. കാലിഫിയോറിയും കഴിവില്ലാത്ത ഇതൊന്നും അല്ല. അറ്റാക്കിംഗ് വൈസ് കാലിഫിയോറിയുടെ റൺസ് ഒക്കെ വരുവാണെങ്കിൽ പ്യുവർ പക്ക സാധനങ്ങളാണ്, അത്യാവശ്യമുള്ള പരിപാടികൾ. പക്ഷെ കമ്പയർ ടു കാലിഫിയോറി ആൻഡ് MLS നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസീവ് പൊസിഷനിലോട്ട് തിരിച്ചെത്തുന്നത് MLS ആണ്. അറ്റാക്കിംഗ് വൈസ് ആണല്ലോ MLS പക്കയാണ്, പക്ഷെ ഡിഫെൻസീവ് വൈസും MLSന്റെ പൊസിഷനിങ്ങും ബോൾ കൺട്രോളും ബോൾ റിക്കവറിയും 18 വയസ്സിലാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോണ്ടല്ലോ. മിഡിലൊക്കെ അങ്ങോട്ട് ഡോമിനേറ്റ് ചെയ്യും ചില സമയത്ത്. അകത്തോട്ട് കേറിയിട്ടേ ആളെ പ്രസ് ചെയ്യാന്ന് പറഞ്ഞ് രണ്ടുപേര് വരും, പൊട്ടുപോലെ ആ പ്രസ് മറ്റേ ഇത് റിലീസ് ചെയ്ത് ഇങ്ങനെ വന്നൊരു ത്രൂ ബോളും കൊടുത്തിരിക്കും. അതാണ് കോമഡി. ഫൈനൽ ബോളും കൊടുത്തിട്ടാണ് പുള്ളിയുടെ ആ ഒരു ആക്ഷൻ തീരുള്ളൂ. അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് 18 വയസ്സില്. അൺറിയൽ പറയാതിരിക്കാൻ വയ്യ. അഗൈൻ കാലിഫിയോറി അവിടെ ഉണ്ട്. പോരാത്തതിന് ഇനി അതും പ്രശ്നമാണെങ്കിൽ ടിംബറിനും വേണേ അവിടെ കളിക്കുക, ലെഫ്റ്റ് ബാക്ക് കളിക്കുക. സോ ലെഫ്റ്റ് ബാക്കിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷെ സ്റ്റാക്ഡ് ആണെന്ന് തന്നെ പറയാം. ക്വാളിറ്റി വെച്ചിട്ട് ആക്ച്വലി സ്റ്റാക്ഡ് ആണ്. അഗൈൻ ഡിപ്പെൻസ് ഓൺ ആർട്ടറ്റ. പറയുന്ന പോലെ ആർട്ടറ്റ ഒരു പ്ലെയറിൽ കുറച്ച് ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും, ഒരു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കാണാം. അപ്പൊ അതില് ലെഫ്റ്റ് ബാക്ക് MLS ആണ് സ്റ്റാർട്ടിങ് എന്നുള്ളതാണ്. ആൻഡ് കാലിഫിയോറി ബാക്കപ്പ്. സെന്റർ ബാക്സ് റൈറ്റ് സെന്റർ ബാക്ക് ആസ് യൂഷ്വൽ. ആ സെന്റർ ബാക്ക് പെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ വാണ്ട് ദം ടു സ്റ്റാർട്ട് ഇൻ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻസ് ലീഗ്. എനിക്ക് ഈ രണ്ട് പ്ലേയേഴ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരബാവോ കപ്പിലും FA കപ്പിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇല്ല. മനസ്സിലായോ? അവരെ ആ രണ്ട് ഗെയിംസിൽ റെസ്റ്റ് ചെയ്തിട്ട് ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് അവര് മാക്സിമം ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആ രണ്ട് ഗെയിംസിലും കളിക്കുക. മനസ്സിലായോ? രണ്ട് കോമ്പറ്റീഷനിൽ അവർ കളിക്കുക, ബാക്കി രണ്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി, അത്യാവശ്യ ഘട്ടമായ ഒരു സിറ്റുവേഷൻ ആണ് മാത്രം അവരിറക്കുക. ബാക്കി ഈ രണ്ടിലും സ്റ്റാർട്ടേഴ്സ് ഇവർ രണ്ടുപേരും തന്നെ. നോ ഡൗട്ട് അല്ലേ.
അത് വൺ ഓഫ് ദ ബെസ്റ്റ് സെന്റർ പെയറിംഗ് ഇൻ ഫുട്ബോൾ അറ്റ് ദ മൊമെന്റ് എന്നുള്ള ഇതിൽ യാതൊരു സംശയം വേണ്ട. ഗബ്രിയേൽ ആൻഡ് സലീബ. ഗബ്രിയേൽ ബാക്ക് ടു ട്രെയിനിങ്. ഒരുപാട് മിസ് ചെയ്തു, ഓൾദോ മിസ് ചെയ്തെങ്കിലും കിവിയോർ കഴിഞ്ഞ സീസൺ നല്ല രീതിക്ക് തന്നെ അത് കവറപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. സത്യം. സോ അഗൈൻ കിവിയോറിന്റെ കാര്യം ആസ് ഓഫ് നൗ നമുക്ക് അറിഞ്ഞൂടാ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പല റൂമേഴ്സ് ഒക്കെ ഉണ്ട്, സോളിഡ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടുള്ളത് വരെ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. മേ ബി വി വിൽ ബി നെക്സ്റ്റ് സീസൺ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പം സെൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെറിയ ആ ഒരു കാര്യത്തിൽ പ്രതീക്ഷ എന്താണെന്നറിയോ, ചിലപ്പം നമ്മുടെ വിചാരിച്ച സെയിൽസ് നടന്നാന്ന് വെച്ചോ, ആൻഡ് റോഡ്രിഗോ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ നടക്കുമെന്ന്. ഇല്ല, നമുക്ക് അതിലോട്ട് വരാം. അതല്ല ഞാൻ പറയുന്ന വെച്ചാ, മൊസ്കേറ വന്നല്ലോ ഇപ്പം, പ്ലേ ബോത്ത് പൊസിഷൻസ്. നമുക്ക് സെയിൽസ് ഒക്കെ മര്യാദക്ക് നടന്ന ചിലപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദ വിൻഡോ ഹാറ്റോനെ ചിലപ്പോ നോക്കുമായിരിക്കാം. നോക്കാത്ത പ്ലെയർ ഇല്ലല്ലോ. ചെൽസി നോക്കാത്ത ആരുമില്ല, അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ബട്ട് അഗൈൻ അത് ഹാറ്റോ നമ്മൾ കുറച്ച് നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സോ അറിയില്ല, ലെറ്റ്സ് സീ അബൌട്ട് ദാറ്റ്. അപ്പം ആസ് ഓഫ് നൗ നമുക്ക് കിവിയോർ എന്ന് തന്നെ വേണം പറയാം, ഗബ്രിയലിന് ഒരു ബാക്കപ്പ് ആയിട്ട്. ആൻഡ് സലീബയുടെ ബാക്കപ്പിനെ നമ്മൾ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. മോസ്കോറ ഫ്രം വാലൻസിയ അഗ്രിമെന്റ് ഒക്കെ ആയി. നമ്മൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പ്രീ സീസൺ മുമ്പായിട്ട്. സോ അത് ആണ് നമ്മുടെ ഡിഫൻസീവ് ലൈനപ്പ്. നൗ ഗോയിങ് ഇൻ ടു ദ ക്രൂഷ്യൽ പാർട്ട്, ലൈക് ക്രൂഷ്യൽ പൊസിഷൻ ആണ് ആർട്ടറ്റയുടെ സിസ്റ്റത്തിലെ ഒരു ക്രൂഷ്യൽ പൊസിഷൻ ആണ് ദ 6th പൊസിഷൻ. ആ പിവറ്റ് റോൾ ആരായിരിക്കും ആ നമ്പർ 6 റോള് കളിക്കാൻ പോകുന്നത്? അത് ഡിപ്പെൻസ്ഡാ. എനിക്ക് ഇപ്പൊ ഇനീഷ്യൽ ഇപ്പൊ തോന്നുന്നതെന്ന് പറഞ്ഞാൽ സുബിമെന്റി ആയിരിക്കും എന്നാണ് ആ പൊസിഷൻ കളിക്കാൻ പോകുന്നത്. റൈസ് വിൽ ബി നമ്പർ 8. മനസ്സിലായോ? പക്ഷെ ചില സിറ്റുവേഷൻ വരുവാണ് സുബിമെന്റി കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്, സ്റ്റേജ് ആണ്. അല്ല, സുബിമെന്റിന് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈസ് വിൽ ജംപ് ടു 6, മിക്കൽ മെറീനോ നമ്പർ 8 ആവും. സുബിമെന്റിനെ കളിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി സുബിമെന്റി ആയിരിക്കും സ്റ്റാർട്ടർ ഇൻ ദാറ്റ് പൊസിഷൻ. മോസ്റ്റ്ലി അല്ല, 100% സുബിമെന്റി ആയിരിക്കും നമ്പർ 6 സ്റ്റാർട്ട് ചെയ്യുന്ന, നമ്പർ 8 റൈസ്. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഡിപ്പെൻസ് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ, റൊട്ടേഷൻ, അതൊക്കെ. പക്ഷെ ഷുവർ ഷോട്ട് സ്റ്റാർട്ടേഴ്സ് സുബിമെന്റി നമ്പർ 6. എനിക്ക് അങ്ങനെ തോന്നുന്നത്. നമ്പർ 6 പൊസിഷൻ ഇപ്പം പാർട്ടി നമ്മൾ കോൺട്രാക്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുകൊണ്ട് ഇനിയിപ്പം ഇനി ആകെ ഒരു നമ്പർ 6 ആസ് ഓഫ് നൗ സുബിമെന്റിയും റൈസും ആണ് ടെക്നിക്കലി പറയുവാണെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ആർട്ടറ്റ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന ഒരു സുബിമെന്റിനെ ആയിരിക്കും നമ്പർ 6. എന്നോട് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും റൈസ് ആയിരിക്കണം നമ്പർ 6 എന്ന്. പക്ഷെ അറിയാലോ ആർട്ടറ്റയുടെ ഒരു സ്റ്റൈൽ ഓഫ് റൈസ് ഹാസ് ബീൻ ഡൂയിങ് വെൽ. പ്രോഗ്രസ് ആണ് റൈസിന് നമ്പർ 8 കളിപ്പിച്ചപ്പോ തൊട്ട്. ആദ്യം ഇനീഷ്യലിയൊക്കെ ആ ഹാങ് കിട്ടിയില്ലെങ്കിലും പതുക്കെ പ്രോഗ്രസ് ആവുന്നുണ്ട്. പക്ഷെ എന്താ പറയുക ബ്രോ, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 2 നമ്പർ 6 വെച്ച് കളിക്കണം എന്നാണ് എന്റെ പ്രിഫറൻസ്. റൈസ് ആൻഡ് സുബിമെന്റി ആസ് ആ ഒരു ഡബിൾ പിവറ്റ് ആയിട്ട് കളിപ്പിക്കാൻ പറ്റിയാൽ ബെസ്റ്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒഡേഗാർഡ് ആയിരിക്കും നമ്മളെ ക്രിയേറ്റർ എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പൊ അവിടെയാണ് മേ ബി പല കാര്യങ്ങളും മാറി മറയാനൊക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെ അത് പാൻ ഔട്ട് ആവുന്ന അറിഞ്ഞുകൂടാ. പൊസിഷനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു വേറെ ഇതേ പറയാം മൊത്തത്തില്. ഈ സീസൺ 4-4-2 കളിച്ചാലോ ആർട്ടറ്റ? അതിനോട് സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് വിങ് നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചോ, എസേനെ കിട്ടിയെന്ന് വെച്ചോ, റൈസും സുബിമെന്റിയും നീ പറഞ്ഞ പോലെ ഡബിൾ പിവറ്റ് ആയിട്ട് കളിച്ചെന്ന് വെച്ചോ നമ്പർ 6 റോൾസിൽ. ഒഡേഗാർഡും എസയും മിഡ്ഫീൽഡിൽ, സാക്കയും യോക്കോറസും സ്ട്രൈക്കേഴ്സ് ആയിട്ട്. അങ്ങനെ സാക്കയും യോക്കോറസ് സ്ട്രൈക്കേഴ്സ് ആ റേഞ്ചിൽ. മനസ്സിലായി. പക്ഷെ അത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ ആക്ച്വലി പെട്ടെന്ന് എന്റെ ഹാവേർട്സും യോക്കോറസും സ്ട്രൈക്കർ എന്നുള്ള രീതിയിലാണ് ഞാൻ. അപ്പൊ സാക്ക ബെഞ്ചിൽ എടുത്തോ നീ?
സാക്കെ ബെഞ്ച് ഇരുത്താനും പറ്റത്തില്ല. അപ്പൊ അതാണ് ഞാൻ ആലോചിച്ചത് എങ്ങനെയാണ് 4-4-2 പ്ലേ ഔട്ട് ആവുന്നത്. കാരണം ഞാൻ പെട്ടെന്ന് ചോദിച്ചു ലെഫ്റ്റ് മിഡില് എസയും റൈറ്റ് മിഡില് സാക്കയും ഓഡേഗാർഡ് കളിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അറിഞ്ഞൂടെ. പക്ഷെ അഗൈൻ അതൊരു പോസിബിൾ ലൈനപ്പാണ്. പക്ഷെ അങ്ങനെ ഒഡേഗാർഡും സാക്കയും എനിക്ക് തോന്നുന്നില്ല ആർട്ടറ്റ ഫിറ്റ് ആകത്തോളം കാലം ആർട്ടറ്റയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇവർ രണ്ടുപേരും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഹാവേർട്സ് മാത്രമാണ് എന്താണ് എങ്ങനെയാണ് ഹാവേർട്സിന്റെ കളി എന്താണ് ആവാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോ ഇനി ഹാവേർട്സിന് വീണ്ടും നമ്പർ 8 കളിപ്പിക്കുമെന്ന് അറിഞ്ഞൂടാ. അതിനെ കുറിച്ച് വലിയ പിടിയില്ല നമുക്ക്. അതാണ് പ്രീ സീസൺ കാണണം എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അതുകൊണ്ടാണുള്ളത്. വേറൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് നമുക്ക് വഴിയെ തന്നെ പറയാം. നമ്പർ 6 അപ്പം സുബിമെൻഡി ആണ്. അതിപ്പോ ഞാൻ പറയുന്ന പറഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും നാള് കളിച്ച ആ ഫോർമേഷനെ വെച്ച് പറയുവാണെങ്കിൽ നമ്പർ 6 സുബിമെൻഡി ആയിരിക്കും, റൈസ് നമ്പർ 8, പിന്നെ ഒഡേഗാർഡ് ഓൺ ദ ലെഫ്റ്റ്, റൈറ്റ്. എനിക്ക് ആക്ച്വലി ഒഡേഗാർഡ് ഓൺ ദ ലെഫ്റ്റ് ആയിരുന്നു ആഗ്രഹം, പക്ഷേ ഇല്ല, റൈറ്റ് ആണ് ഭേദം. വിത്ത് സാക്ക ഒഡേഗാർഡ് ആ കോമ്പിനേഷൻ നമുക്കറിയാം. അവർ രണ്ടുപേരും ഉണ്ട്, അവര് നല്ല പ്രോപ്പർലി ഫിറ്റ് ആണ്. മറ്റേ ഗെയിം ടൈം ഒക്കെ മര്യാദയ്ക്ക് കിട്ടി അവര് ഇൻഫോം ആണെങ്കിൽ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ അടിപൊളിയാ. സോ ദാറ്റ് അവർ രണ്ടുപേരും അവിടെ തന്നെ വേണം, റൈറ്റ് സൈഡ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞപ്പം അതിനകത്ത് പറഞ്ഞു വരുമ്പോ ഒരു നമ്മൾ ആക്ച്വലി വിട്ടുപോയ ഒരു പ്ലെയർ ഉണ്ട് ഇതിനകത്ത്. നമ്പർ 6 നമ്മൾ റീപ്ലേസ്മെന്റും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, നോർഗാർഡ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ റൈസ് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ സുബിമെൻഡി വന്നപ്പം ഈ ഗെയിംസിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഗ്രൈൻഡ് ഔട്ട് ചെയ്യുന്ന ഗെയിംസിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വരുന്ന റൈസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഹാവേർട്സിനെ അവിടെ ഇറക്കുമായിരിക്കാം, അല്ലെങ്കിൽ യോക്കറസിന് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ 2 പൊസിഷൻ റൈസ് ആൻഡ് യോക്കറസ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഹാവേർട്സിനെ വെച്ചിട്ടില്ലേ, അങ്ങനെ ഓടിക്കാനായിരിക്കും മോസ്റ്റ്ലി നടക്കുന്നത്. മനസ്സിലായോ? ഐ ഫീൽ ഹാവേർട്സിന് അല്ലെ മിക്കേൽ മെറീനോ ഉണ്ട്, മനസ്സിലായോ, ഈ പൊസിഷനിലൊക്കെ മാറ്റി കളിപ്പിക്കാൻ. അപ്പം സോ എനിക്ക് തോന്നുന്നില്ല ഒരു ഗെയിമിൽ ഇങ്ങനെ ഈ പറയുന്ന ആക്ച്വലി ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു ഡെപ്ത് ഉണ്ട്. ലൈക്ക് നോർഗാർഡ്, മെറീനോ, വാനിയേരി എന്നാണെങ്കിൽ ആ ഒരു ഇതിൽ നമുക്ക് പറയാം. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ സീസൺ തീർന്നപ്പോ പറഞ്ഞത് MLS മിഡ്ഫീൽഡിൽ ചാൻസ് ഉണ്ടെന്നാണ്. എനിക്ക് തോന്നുന്നില്ല MLS അടുത്തൊന്നും മിഡ്ഫീൽഡിലേക്ക് പോകുന്നു. എനിക്ക് പറ്റില്ല. ഞാൻ MLS മിഡ്ഫീൽഡിൽ വരുന്ന ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഓൾറെഡി അവിടെ കളിച്ച് തഴക്കം വന്ന പ്ലെയറിനെ പോലെ കളിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു അടുത്തൊന്നും ഇല്ലെന്നാ അതാ പറഞ്ഞ. മേ ബി ഇൻ ദ ഫ്യൂച്ചർ അവനൊരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു പ്രോസ്പെക്ട് വേറെ ലെഫ്റ്റ് ബാക്കിലോ അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി അവന് മിഡ്ഫീൽഡിലോട്ട് ചാൻസ് വരുമായിരിക്കും ഫ്യൂച്ചർ. വെനിയേരി മേ ബി ഒരു സാക്ക ബാക്കപ്പ്, ഓഡഗാർഡ് ബാക്കപ്പ് എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി കളിക്കുന്നത്. അങ്ങനെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ഇതായിട്ടായിരിക്കും മേ ബി. ഞാൻ അതിലോട്ട് വരാം. ഫ്രണ്ട് ലൈനിലോട്ട് വരുമ്പം റൈറ്റ് വിങ് ആസ് ഓൾവേസ് ബുക്കായോ സാക്ക തന്നെയാണ്. അപ്പൊ ഈ സീസൺ ഞാൻ ബുക്കായോ സാക്കയിൽ നിന്നൊരു എക്സെപ്ഷണൽ, അതായത് ആ ഒരു പീക്ക് സീസൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ടോപ്പ് ഒരു സാക്കയുടെ പീക്ക് സ്റ്റാർട്ട് ആവുമ്പോ ഒന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് സോ. ഒരു 25-30 ഗോൾ അസിസ്റ്റ് ആ കോമ്പിനേഷൻ GA കൊണ്ടുവരാൻ പറ്റിയാൽ ഗ്രേറ്റ് ആയിരിക്കും. അഗൈൻ ബുക്കായോ സാക്ക ഓൺ ദ റൈറ്റ് വിങ്. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് ലെഫ്റ്റ് വിങ്. ലെഫ്റ്റ് വിങ്ങില് ആരെയാണ് നിങ്ങൾ ബ്രോയുടെ ഒരു കാഴ്ചപ്പാടിൽ? എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പം 2 രീതിയിൽ ഞാൻ ഇപ്പം എസെ വന്നു കഴിഞ്ഞാൽ ആർട്ടറ്റ ആയതുകൊണ്ട് ചിലപ്പോൾ എസേനെ കളിപ്പിക്കുമായിരിക്കാം. ഈവൺ ദോ അവന്റെ പൊസിഷൻ പ്രോപ്പർ പൊസിഷൻ അതല്ലെങ്കിൽ പോലും അവൻ അവിടെ കളിപ്പിക്കുമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു മാർട്ടിനെല്ലി ശരിയായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നത് മഡുവേക്കിനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മനസ്സിലായോ? മോസ്റ്റ്ലി അത് എസെ ആയിരിക്കും. 70% എസെ ആയിരിക്കണം. അൺലെസ് ആൻഡ് അൺടിൽ നമ്മളൊരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവനെ അവിടെ കളിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ മാർട്ടിനെല്ലി ഓർ എസെ ഫസ്റ്റ് പ്രയോറിറ്റി. മനസ്സിലായി. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ആർട്ടറ്റ ബാക്കപ്പ് എന്നുള്ള രീതിയിലായിരിക്കില്ല മഡൂക്കിനെ വാങ്ങിച്ചത്. അത് ഇത്രയും പ്രൈസ് കൊടുത്ത് ഇത്ര ഹൈ പ്രയോറിറ്റി എന്നൊക്കെ ഒരു ക്ലബിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സാക്കയുടെ ബാക്കപ്പിന് വേണ്ടി വാങ്ങിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ്. അതില്
പുള്ളി ഉദ്ദേശിക്കുന്ന ആ ഒരു സിറ്റിയിൽ ഇടയ്ക്ക് സാനെ കളിച്ച ആ ഒരു ഡൈനാമിക്സ് കൊണ്ടുവരാനാണ് പുള്ളി ശ്രമിക്കുന്നത്. അതിങ്ങനെ വൈഡ് ലെഫ്റ്റ് പിടിച്ച് ഈ അകത്തൊരു ഗ്യാപ്പ് വരുമ്പം അതിലോട്ട് മിഡ്ഫീൽഡ് ഓടിക്കയറുക, അങ്ങനത്തെ പല കോമ്പിനേഷൻ പ്ലേ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം മേ ബി ആ ഒരു സൈനിങ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പ്രീ സീസൺ കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നത്. മാർട്ടിനലി ട്രോസാർഡ് ഉണ്ട്, അതിൽ ഒരാൾ പോകുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാർട്ടിനലി പോകാൻ ചാൻസ് കുറവാണ്, ട്രോസാർഡ് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ പ്രോബബ്ലി മാർട്ടിനലി ആൻഡ് മഡൂക്കെ തന്നെ ആയിരിക്കാം ലെഫ്റ്റ് വിങ്. അഗൈൻ എസ് എ വരുമ്പോഴേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കിപ്പോ ഒന്നും പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് വെരി വെരി എന്താ പറയാ കൺഫ്യൂസിങ് എന്നൊക്കെ വേണം പറയാൻ. കുറച്ച് എനിക്ക് അത്ര ഉറപ്പില്ല. ആ ഒരു പൊസിഷൻ ഭയങ്കര കൺഫ്യൂസിങ് ആണ് എന്നെ സംബന്ധിച്ച്. എന്റെ പ്രതീക്ഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം കളിക്കേണ്ട രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-4-2 ഭയങ്കര ആഗ്രഹം ആ ഒരു ഫോർമേഷനിൽ പോകണമെന്നാണ്. കാരണം നമ്മുടെ അറ്റാക്ക് പിന്നെയും ഇതാവും, സ്ട്രോങ് ആവും. മനസ്സിലായല്ലോ. ലെഫ്റ്റിലോട്ട് ഭയങ്കര ഓപ്പൺ സ്പേസ് ഓഡേഗാർഡിന് കിട്ടും. കംപ്രസ് സെൻട്രലോട്ട് എപ്പോഴും ഓടേണ്ട ആവശ്യം വരില്ല ഓഡേഗാർഡിന്. മനസ്സിലായി. ഹെഡർ ചാൻസസ് വളരെ കുറവാ. ഹെഡർ ചാൻസസ് അല്ല, ഹെഡർ ക്വാളിറ്റീസ് വളരെ കുറവാ. അപ്പം ആ ഒരു കേസ് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ബെസ്റ്റ് 4-4-2 ആയിരിക്കും. പിന്നെ അറിയില്ല, ആ പ്രീ സീസണിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതെ, പ്രീ സീസൺ നമുക്ക് എല്ലാം പറ്റിയാൽ മാച്ചസ് ഒക്കെ ഒന്ന് വാച്ച് അലോങ് ചെയ്യാൻ പറ്റിയ വാച്ച് അലോങ് ചെയ്യണം. അഗൈൻ കമ്മിങ് ടു ദ മെയിൻ പൊസിഷൻ, സ്ട്രൈക്കർ പൊസിഷൻ ആണ്. ആസ് ഓഫ് നൗ നമ്മുടെ സ്ട്രൈക്കർ പറയുന്നത് ഗബ്രിയൽ ഹെസൂസും ഹാവേർട്സും ആണ്. ഹാവേർട്സ് കണ്ടിടത്തോളം പൊട്ടൻഷ്യൽ നിനക്ക് യെസയുടെ കാര്യം പറയാമെങ്കിൽ യോക്കറസും വരും. ഞാൻ പറഞ്ഞല്ലോ, യോക്കറസ് നമ്മുടെ സ്ട്രൈക്കർ. ഞാൻ ഇപ്പോഴും പറയുന്നു യെസ്, ഡെഫിനറ്റ്ലി. യോക്കറസ് നമ്മളെ എപ്പോ വേണേലും ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. സോ എപ്പോ വേണേലും സൈൻ ചെയ്യാന്നുള്ള ഒരു പൊസിഷനിലാണ്. എപ്പോഴും ഡീലിങ്സ് നടന്നുകൊണ്ടിരിക്കുക. എന്താണ് ഈ ഡീലിങ്സ് എന്ന് മാത്രം മനസ്സിലായില്ല. രണ്ടാഴ്ചയായിട്ട് ആഡ് ഓണിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക എന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത്. വെരി വെരി ഫ്രസ്ട്രേറ്റിംഗ്. അപ്പം യോക്കറസും കൂടെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് എന്താണ് നിങ്ങളുടെ യോക്കറസിനെ കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? ഈ ഹിറ്റ് ഓർ ഫ്ലോപ്പ്? ഹിറ്റ് ആയിരിക്കും. ടു ബി ഫെയർ ഹിറ്റ് ആയിരിക്കും. കാരണം അവന് പ്രീമിയർ ലീഗിന്റെ ഒരു ഐഡിയ ഉണ്ട്. മനസ്സിലായോ? പ്രീമിയർ ലീഗിൽ ഒരു ഗെയിം ടൈമിന് മീൻസ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്, എങ്ങനെയാണെന്നറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞോളൂ, മറ്റേ ജോടോക്സ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞോളൂ. യു റിമെമ്പർ സാല ചെൽസിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് ലിവർപൂളിൽ പോയപ്പോഴത്തേക്കും യു നോ ഹൗ ഹി ബിക്കേം, എങ്ങനെ ഒരു ലെജൻഡായി അവരുടെ. ഫോർ ഷുവർ ഹീസ് പ്രീമിയർ ലീഗ് ലെജൻഡ് ആസ് വെൽ. അത് തർക്കിക്കേണ്ട കാര്യമല്ല. സോ അതുപോലെയാണ് ഡിബ്രോയിനയുടെ കേസും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടല്ലോ അതുപോലെ. സോ ഈ മറ്റേ ബ്രൈറ്റണിലൊക്കെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഇത്രയും ഒരു പാഷനോട് അവിടെ നിൽക്കുന്ന ഒരു പ്ലെയറിന് ഐ ആം നോട്ട് എക്സ്പെക്ടിങ് ഒരു 35-40-50 ഗോളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഫസ്റ്റ് സീസണിൽ. ഈസ് ഔട്ട് ആവാൻ 20-25 ഗോൾസ് മതി. യു ഗെറ്റ് റെസ്റ്റ് ഓഫ് ദ 20-25 ഗോൾസ്. നമ്മളിപ്പോ സാക്കിയെന്ന് ഒരു 20 ഗോളൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇനഫ്, മോർ ദാൻ ഇനഫ്. മനസ്സിലായോ? സ്ട്രൈക്കർ ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ സ്ട്രൈക്കറിൽ നിന്നൊക്കെ നമുക്ക് സത്യം പറഞ്ഞ 10 ഗോളുകളും കിട്ടുന്നില്ലായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ. ഹാവേർട്സിന്റെ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാ ഗെയിംസിൽ നിന്നാണ് 10 ഗോളൊക്കെ കിട്ടുന്നത്. പ്രീമിയർ ലീഗിൽ നിന്ന് മാത്രമാണ് ഞാൻ ഈ എക്സ്പെക്ട് ചെയ്യുന്നത്. മനസ്സിലായി? അത്രയും കിട്ടിയാൽ തന്നെ ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫസ്റ്റ് സീസണിൽ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റാർട്ടിംഗ് 11 എന്ന് നമുക്ക് തോന്നുന്നത്. ഇനി ഇതിനിടയിൽ എന്തൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉണ്ടാവും അറിയില്ല. കാരണം ഇനിയും 1 മന്ത്, ഒരു മാസം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാനും. ഈ പറഞ്ഞ പോലെ പ്രീ സീസൺ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും സംഭവിക്കാറില്ല, ടച്ച് വുഡ്. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ വീണ്ടും നമുക്കറിയില്ല, എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഫുട്ബോളിൽ. സോ ലെറ്റ്സ് ഹോപ്പ് എവറിത്തിങ് ഗോസ് ഗുഡ്. അപ്പം ഈ വീക്ക് ആർസനൽ ആർ ഗോയിങ് ടു ഏഷ്യ ഫോർ ദ പ്രീ സീസൺ. ആൻഡ് അപ്പം മറ്റൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് എല്ലാവർക്കും ഇപ്പം അവരുടേതായ ലൈനപ്പും ഫോർമേഷൻസും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇൻ ദ കമന്റിൽ പറയുമ്പോൾ നമുക്ക് അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഈ 4-4-2 അല്ലെ 4-3-2-1 അല്ലെങ്കിൽ 4-2-1-3 അങ്ങനെയൊക്കെ എന്തേലും ഫോർമേഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക. പിന്നെ
എസ്പെഷ്യലി എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 1.5 മാസമായിട്ട്, ഒരു മാസം മുന്നേ നമ്മൾ ഒരു മാസം മുന്നേ നമ്മൾ ഒരു മാസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്തപ്പോൾ കിട്ടുന്ന റെസ്പോൺസും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ഷെയറും ഓരോ ലൈക്കും ഓരോ കമൻറ്റും നമ്മുടെ ചാനലിനെ ഗ്രോ ചെയ്യാനും ആർസൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം എനിക്ക് 1-2 ഇങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് 1-2 പേര് ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ബ്രോ, ഇനിയിപ്പം ആർസൽ പതുക്കെ ആർസൽ സപ്പോർട്ടേഴ്സ് നമ്മൾ ഇനിയും അറിയിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ, എൻ്റെ ആർസൽ ഫ്രണ്ട്സിനെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായില്ല മലയാളം ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ കുറെ പേര് ഷെയർ ചെയ്തറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ ആരൊക്കെയാണെങ്കിലും ചെയ്തത്. സോ എനിവേ അതുപോലെ ഇനിയും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തന്ന സപ്പോർട്ട് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ദ മോട്ടിവേഷൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും വീഡിയോ ചെയ്യാൻ. യെസ് അതെ സെയിം. അപ്പം അപ്പൊ ഈ പറഞ്ഞ വെച്ച് നമുക്ക് ഈ വീഡിയോയോട് വെച്ച് എൻഡ് ചെയ്യാൻ പതുക്കെ. അപ്പം താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ് ദ സ്ട്രീം. അപ്പം യെസ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആൻഡ് അപ്പം ദീപക് ബ്രോ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെയുള്ള ഒപ്പീനിയൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ എഴുതിയിരിക്കാം. ആൻഡ് ഓൾസോ ലൈക്ക് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പരിഗണിക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം